CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 10 വർഷത്തെ പണമിടപാടുകൾ പരിശോധിക്കാനൊരുങ്ങിയ ആദായനികുതി വകുപ്പ് പാർട്ടിക്ക് നേരിട്ട് അക്കൗണ്ടുള്ള പൊതുമേഖലാ ബാങ്കുകളും പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളും അന്വേഷണ പരിധിയിൽപ്പെടും. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, 10 വർഷത്തെ ഇടപാടുകളാണ് ആദായനികുതി വകുപ്പ് പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. CPM കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചത്. പിന്നാലെയാണ് ഈ പരിശോധന ശക്തമാക്കുവാനുള്ള ആദായനികുതി വകുപ്പിന്റെ തീരുമാനം. 10 വർഷത്തെ പണമിടപാടുകളാണ് ഈ പരിശോധിക്കുക. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് നേരിട്ട് അക്കൗണ്ടുള്ള പൊതുമേഖലാ ബാങ്കുകളും അതോടൊപ്പം പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളും ഈ അന്വേഷണ പരിധിയിൽ പെടുന്നുണ്ട്. ഈ പാർട്ടി നേതാക്കൾക്കോ അംഗങ്ങൾക്കോ ബെനാമി നിക്ഷേപം ഉണ്ടോ എന്ന് ഇഡിയും പരിശോധിക്കുന്നുണ്ട്. ഈ കരുവന്നൂർ ബാങ്ക് ബെനാമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡി ആവശ്യപ്പെട്ട രേഖകൾ ജില്ലാ സെക്രട്ടറി അടക്കം ഹാജരാക്കിയിരുന്നില്ല. ഇക്കാര്യം ഇഡി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ ആദായ നികുതി വകുപ്പ് അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരെ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കാൻ ധനകാര്യ വകുപ്പ് തീരുമാനിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ നിക്ഷേപം പലിശ സഹിതം തിരികെ നൽകാനുള്ള നടപടിയൊക്കെ സ്വീകരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ CPM അക്കൗണ്ടുകൾ കൂടി പരിശോധിക്കുവാൻ വേണ്ടി തയ്യാറാവുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് അക്കൗണ്ട് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CPM എന്നും വ്യക്തമാവുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് CPM ഒക്കെ പ്രതികരണം തങ്ങൾക്കൊന്നും ഭയക്കാനില്ല എന്നുള്ള രീതിയിലായിരുന്നു. എന്നാലും കൃത്യമായും ഈ ഒരു പരിശോധന ശക്തമാകുന്ന ഈ ഒരു ഘട്ടത്തിൽ വിവിധ ബാങ്കുകളിലായി CPM വലിയ നിക്ഷേപങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ പരിശോധന നടന്ന സമയം ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുകയെക്കുറിച്ചെല്ലാം അതിന്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. 10 കോടിയുടെ ഇടപാടുകളാണ് ഈ അക്കൗണ്ടിലൂടെ നടന്നിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ പരിശോധന നടന്ന സമയം 1 കോടി രൂപ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ജില്ലാ സെക്രട്ടറി നേരിട്ട് പിൻവലിച്ചതായും വിവരം ലഭിച്ചു. പിന്നാലെയാണ് ഈ അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടി. എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തരത്തിലുള്ള അക്കൗണ്ടുകളും പരിശോധിക്കുന്നുണ്ട്. അതും 10 വർഷത്തെ പണമിടപാടുകളാണ് പരിശോധിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.